അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു. ഞങ്ങളൊക്കെ സുഹരി കോളേജിൽ നിന്ന് MA സുഹരി എന്ന ബിരുദവും മേടിക്കാൻ വേണ്ടി അതിൻ്റെ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളുടെ വന്യഗുരു ബഹുമാന്യരായിരിക്കുന്ന മാടവൻ ഇബ്രാഹിം കുട്ടി ഉസ്താദ് 2 ഉപദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. വല്ലാത്ത ഉപദേശം. 22 വർഷത്തോളമായി അത് കേട്ടിട്ട് ഇന്നും അതങ്ങനെ തന്നെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതിലൊന്ന്, നിങ്ങൾക്ക് ഞാനിപ്പോൾ തരുന്ന ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കൊരറിവും ഇല്ല എന്ന തിരിച്ചറിവുണ്ടാകാനുള്ള സർട്ടിഫിക്കറ്റാണ് എന്നാണ്. മറ്റൊന്ന്, നിങ്ങൾ ആരെ കണ്ടു കഴിഞ്ഞാലും ഹുവ ഖൈറും മിന്നി, അയാൾ എന്നേക്കാൾ ഉത്തമനാണ്, നല്ല ആളാണ് എന്ന ചിന്തയും വേണം. ശരിക്കും വളരെ സിമ്പിളായിരിക്കുന്നൊരു ഉപദേശമാണെങ്കിലും പിന്നീടുള്ള ജീവിതകാലത്ത് ഇതിൻ്റെ പ്രസക്തിയും അതിൻ്റെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം എന്താ, എനിക്ക് ഉള്ള അറിവ് വളരെ ചെറുതാണെന്നും ഇനിയും ഞാൻ എത്രയോ പഠിക്കാനുണ്ടെന്നും ബോധമുണ്ടെങ്കിൽ ഒരാൾ ജിജ്ഞാസുവായ ഒരാളാവുകയുള്ളൂ. എന്തും പഠിക്കാനും അറിയാനും ഒക്കെ താല്പര്യം ഉണ്ടാവുകയുള്ളൂ. എനിക്കെല്ലാം അറിയാം, ആരും എന്നോട് പറയേണ്ടതില്ല. ഇത് തീർത്തും ഒരു മനുഷ്യനെ ധാർഷ്ട്യതയുടെ, അഹങ്കാരത്തിൻ്റെ മാനസികാവസ്ഥയിലെത്തിക്കും. അതുകൊണ്ട് തന്നെ അയാൾക്കൊന്നും പഠിക്കാൻ പറ്റില്ല, അയാളെ മാറ്റാനും പറ്റില്ല, അയാൾ മാറൂല, അയാൾക്ക് മറ്റൊരാളെ മാറ്റാനും പറ്റില്ല. അയാളങ്ങനെ അമ്മിക്കുട്ടി പോലെ അങ്ങനെ ജീവിതം തീർന്നു പോകും. നേരെ മറിച്ച് ഞാൻ പഠിച്ചതൊന്നൊന്നുമല്ല, ഇനി എത്രയോ അറിയാനും പഠിക്കാനുമുണ്ട് എന്ന ചിന്തയുണ്ടാകുമ്പോൾ ഓരോ വിജ്ഞാനത്തെയും നമ്മൾ അതിൻ്റെ ഗൗരവത്തോടുകൂടെ സ്വീകരിക്കുകയും പഠിക്കുകയും ചെയ്യും. രണ്ടാമത്തത്, ഞാൻ തിരക്കേടില്ല എന്ന കിബിറിൻ്റെ, അഹംഭാവത്തിൻ്റെ വാക്ക് അന ഖൈറും മിൻഹു എന്ന് പറഞ്ഞത് പിശാച്ചാണ്. ഞാനാണ് ഏറ്റവും നല്ല ആൾ, ആ ചിന്ത വരാൻ പാടില്ല. മറിച്ച് മറ്റുള്ളവരാണ് എന്നെക്കാൾ നല്ലവർ എന്ന ചിന്ത വരുന്നവർക്ക് നല്ല വിനയവും സൽസ്വഭാവവും ആദരവും എല്ലാം ഉണ്ടാകും. അറിയാതെയെങ്കിലും നമ്മുടെ ചിന്തകളിലും വാക്കുകളിലുമൊക്കെ ഞാനെന്ന ഭാവവും മറ്റുള്ളവരെക്കാൾ ഞാൻ തിരക്കിടില്ല എന്ന തോന്നലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഓർക്കുക, വലിയ അപകടമാണ്. 2 ഉപദേശമാണെങ്കിലും ഒരു ജീവിതത്തെ മുഴുവനും സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഉപദേശം. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.